ഒരു കയ്യിലാണ് ഇങ്ങനെ തൂക്കിയിരിക്കുന്നത്. അത്രത്തോളം വെയിറ്റ്ലെസ് ആണ്. അതിൽ നിന്ന് കിട്ടുന്ന കാവൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയും. രോഗികൾ, ക്യാൻസർ പേഷ്യൻ്റ് മുതലായവരൊക്കെ സമീപിക്കാറുണ്ട്. അവർക്കൊക്കെ ഇത് വളരെ സൗജന്യമായിട്ട് ഞാൻ സന്തോഷത്തോടു കൂടി നൽകാറുണ്ട്. അത് എനിക്ക് കിട്ടുന്ന ഒരു ആത്മനിർവൃതി കൂടിയാണ്. റയറായിട്ട് കാണുന്നതാണ് മിൽക്ക് ഫ്രൂട്ട്. എല്ലാ വീടുകളിലും കാണണമെന്നില്ല. വാസ്തവത്തിൽ പുതിയ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും ചിലതൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഇടാറുണ്ട്. കാരണം കിളികൾക്കും ജീവിക്കണമല്ലോ. വാഴ വരെ, നെല്ല് മുതൽ വാഴ വരെയുള്ള എല്ലാത്തരം കൃഷിയും ഞാൻ ടെറസിൽ നടത്തുന്നു. ടെറസിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട്. ഇത് എനിക്കൊന്നും പുതിയ തലമുറയ്ക്ക് പരിചിതമാകാൻ സാധ്യതയില്ല. അത്യാവശ്യം അങ്ങാടി മരുന്നിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കീഴാർനെല്ലി മുതൽ തുമ്പ വരെയുള്ള പാരപ്പറ്റിലാണ്. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് പാരപ്പറ്റിലാണ്. ഈ വർഷത്തെ പോഷകത്തോട്ടത്തിനുള്ള സംസ്ഥാന അവാർഡ് എനിക്ക് ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അവാർഡിനോടൊപ്പം തന്നെ എനിക്കൊരു 50,000 രൂപ ക്യാഷ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആ ക്യാഷ് അവാർഡ് ഞാൻ ഈ 2500ഓളം ചെടിച്ചട്ടികളുണ്ട്. അതിലെല്ലാത്തിലും കൃത്യമായി വെള്ളം എത്തിക്കുക അത്ര എളുപ്പമല്ല, ദുഷ്കരമാണ്. അപ്പോൾ അതിനൊരു പരിഹാരം നിലയിൽ ആ തുക ഞാൻ ട്രിപ്പ് ഇറിഗേഷൻ നടത്തുന്നതിന് വേണ്ടി കൺവെർട്ട് ചെയ്യുകയായിരുന്നു. കിട്ടിയ അവാർഡ് തുക എനിക്കൊരു ഇരട്ടി മധുരം നൽകുന്നതാണ്. അതോടൊപ്പം എൻ്റെ ചെടികൾക്കും ഇരട്ടി മധുരം നൽകുന്നതാണ്. ഞാൻ ഈ 2 ടെറസുണ്ട്. ഈ 2 ടെറസിലും 2500ഓളം ഗ്രോ ബാഗും ചെടിച്ചട്ടികളുമായിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പാദനം മൊത്തത്തിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് ആരെങ്കിലും സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ, ഒരു സേവനം എന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. ചിലർ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പുരുഷന്മാർ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ സമയം പാഴാക്കുന്നവരാണ്. അതൊക്കെ വാസ്തവത്തിൽ അത്തരത്തിലുള്ള ആൾക്കാർ കൃഷിയിലേക്ക് തിരിയണം. ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും 2019 വിരമിച്ചതാണ്. അതിനു മുമ്പ് ഞാൻ കൃഷി ചെയ്യുമായിരുന്നു. പക്ഷേ അന്ന് തിരക്കുണ്ടായിരുന്നു. അന്ന് കുടുംബത്തിൻ്റെ സഹായം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. വിരമിച്ചതിന് ശേഷം എനിക്ക് കൂടുതൽ സമയം ഇതിൽ എൻഗേജ് ചെയ്യാൻ കഴിയുന്നു. നമുക്ക് വാസ്തവത്തിൽ ജീവിതത്തിലൊരു നൊസ്റ്റാൾജിക് മെമ്മറി നൽകുന്നതാണ് ഈ നെല്ലെന്ന് പറയുന്നത്. കുട്ടികൾ പലരും ഇവിടെ വരാറുണ്ട്. ആ കുട്ടികൾക്ക് നെല്ലെന്തെന്ന് അറിയില്ല. അതുകൂടി പരിചയപ്പെടുത്താനാണ് ഇവിടെ നെൽകൃഷി ചെയ്യുന്നത്. അതോടൊപ്പം വാഴ വരെ, നെല്ല് മുതൽ വാഴ വരെയുള്ള എല്ലാത്തരം കൃഷിയും ഞാൻ ടെറസിൽ നടത്തുന്നു. ടെറസിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട്. ടെറസിൽ എല്ലാം ചെയ്യാൻ കഴിയും. അത് കൃത്യമായി പരിപാലിച്ചു പോവുക എന്നുള്ളതാണ് പ്രധാനം.